നമസ്കാരം. അങ്ങനെ ആ കാരണബോധനെ കൈയൊഴിയുകയാണ് പാർട്ടിയും. കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നു. പിണറായിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്ന് തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ അതിനൊപ്പം ഇനിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായ തിരിച്ചറിവ് വന്ന പാർട്ടി പ്രവർത്തകരടക്കം പിണറായിയെ തള്ളുന്ന കാഴ്ചകളാണ് ഉണ്ടാകുന്നത്. ഈ ദുസ്സഹമായിട്ടുള്ള സമയത്ത് സ്വന്തം പാർട്ടിക്കാർ തന്നെ തനിക്കെതിരെ തിരിയുന്നത് കണ്ട് പിരിവെട്ടി നിൽക്കുകയാണ് പിണറായി. അതാണ് യാഥാർത്ഥ്യം. മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങളും ആക്രോശവുമായിട്ട് പാഞ്ഞെടുക്കുന്ന പിണറായി ഇപ്പോഴിതാ സ്വന്തം പാർട്ടി പത്രത്തെ പോലും വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്രമാത്രം നിവർത്തികെട്ട സാഹചര്യത്തിലേക്ക് പിണറായിക്ക് കർമ്മഫലം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. എന്തായാലും ഇന്നിപ്പോൾ ദേശാഭിമാനിക്കെതിരെ ആഞ്ഞടിച്ച പിണറായിയുടെ വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നേരത്തെ ആലോചിച്ചുറപ്പിച്ച കച്ചവടമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചില അഴിമതി കഥകളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴാണ് ഇതിൽ പിണറായിയെ അടക്കം വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനി ഒരു വാർത്ത പുറത്തുവിടുന്നത്. ആ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോഴിതാ പിണറായി തന്നെ സ്വന്തം പാർട്ടി പത്രം കാണിച്ചിരിക്കുന്ന ഇത്തരം നടപടി കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ വാമൂടി കെട്ടാൻ ആ ഇരട്ടച്ചങ്കനാകില്ലല്ലോ. സ്വന്തം പാർട്ടി പത്രമാണെന്ന് പോലും നോക്കാതെ മുഖത്തടിച്ചതുപോലെ മറുപടി നൽകിയിരിക്കുന്നു പിണറായി. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില നടപടികൾ അത് നിയമലംഘനമാണ് അല്ലെങ്കിൽ വലിയ അഴിമതികളാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിന് ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പിണറായി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. അല്ല എങ്കിൽ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കേരളം ഇത് തന്റെ രാജ്യമാണ് എന്നുള്ള രീതിയിൽ രാജകീയ ഭരണം നടത്തിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നേരത്തെ ആലോചിച്ചുറപ്പിച്ച കച്ചവടമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ നീക്കത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറയുന്നു. ഓഹരി കൈമാറ്റത്തിലെ കരാർ ലംഘനങ്ങളും പൊതു താൽപര്യങ്ങളും ദേശീയ സുരക്ഷയ്ക്കും വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉൾക്കൊള്ളിച്ച സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികൃതർക്കും കത്തയച്ചതായാണ് പിണറായി വിജയന്റെ വെളിപ്പെടുത്തൽ. അദാനിയുടെ വക്താവാകാതെ സംസ്ഥാനത്തെ താൽപര്യം സംരക്ഷിക്കുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ മാറണമെന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. സുതാര്യമായി നടക്കേണ്ട കാര്യങ്ങൾ അതീവ രഹസ്യമായാണ് നടത്തുന്നത്. അദാനി കമ്പനിയുടെ ആളുകളായി VD സതീശൻ നേരത്തെ മാംഗ്ലൂരുവിൽ ചർച്ച നടത്തിയെന്ന് ആരോപണങ്ങളും നിയമങ്ങളുമുണ്ട്. നിയമം, ധനം, തുറമുഖം വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ കീഴിൽ വന്നതും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ജനം സംശയിച്ചാൽ തെറ്റുണ്ടാകില്ലെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടുന്നത്. ഗുരുതര കരാർ ലംഘനങ്ങളാണ് എങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ ആ കാര്യങ്ങൾ വളരെ ലഘൂകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതിയ ആരോപണം. ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാൽ അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം നിലനിൽക്കില്ല. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ എന്നാണ് ഇനി അറിയാനുള്ളതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. വിദേശ നിക്ഷേപം ഇടത് സർക്കാരിന്റെ നേട്ടമെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയത് സംബന്ധിച്ച ചോദ്യത്തിന് അത് നിങ്ങളെപ്പോലുള്ള ലേഖകർ എഴുതിയതല്ലേ എന്നതായിരുന്നു പിണറായിയുടെ ആക്ഷേപം. മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിൽ വരില്ലേ എന്നാണ് ചോദ്യം. അത് പത്രത്തിന്റെ നയമാകുമോ? പാർട്ടി പത്രമായാലും അതാണ് സംഭവിക്കുക. ലേഖകൻ എഴുതി കൊടുത്തോ പത്രത്തിൽ വന്നു, അത്രയേ ഉള്ളൂ എന്നാണ് സ്വന്തം പാർട്ടി പത്രത്തിനെതിരെ ഇപ്പോൾ പിണറായി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന പിണറായി. വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരി കൈമാറ്റത്തിൽ മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച കച്ചവട രീതിയാണ് നടന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. അനുമതിയില്ലാതെ കൈമാറ്റ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടത് തുറമുഖ നിയമ ധനവകുപ്പ് ആലോചിച്ചുകൊണ്ടാണ്. ഈ വകുപ്പെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് VD സതീശന്റെ കൈയിൽ ഇത്തരം വകുപ്പുകൾ ഉള്ളത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു വെക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഇവിടെയാണ് സംശയം ഉയരുന്നതെന്നും വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരി കൈമാറ്റത്തിൽ മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച കച്ചവട രീതിയാണ് നടന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അനുമതി
അനുമതിയില്ലാതെ കൈമാറ്റ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടെന്നത് തുറമുഖ നിയമ ധനവകുപ്പ് ആലോചിച്ചാണ്. പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചതാണ് ഇങ്ങനെ. സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ ഓഹരി കൈമാറാൻ അദാനി കമ്പനിക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചു എന്നുള്ളത് വളരെ സുപ്രധാനപ്പെട്ട ചോദ്യം. ജൂലൈ 2 മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ പത്രക്കുറിപ്പിൽ വളരെ ലാഘവത്തോടെയാണ് ഈ കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അദാനി കമ്പനി അതീവ ഗുരുതരമായ കരാർ ലംഘനം നടത്തിയിട്ടും അദാനിക്കെതിരെ നിയമ ഉപദേശം തേടുമെന്നോ നിയമ നടപടി എടുക്കുമോ എന്നോ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതും സംശയാസ്പദമാണെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു. 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നതായി അദാനിയുടെ അറിയിപ്പ് വന്നതിനാൽ അതിനെതിരെ നടപടി വേണമെന്നാണ് സെബിയോട് സർക്കാർ ആവശ്യപ്പെടേണ്ടുന്നത്. ഇക്കാര്യത്തിലും സർക്കാർ മൗനം തുടരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എല്ലാ നടപടിയിലും ദുരൂഹതകൾ കാണാം. സംസ്ഥാന സർക്കാരിന് ഒരു വിലയും കൽപ്പിക്കാതെ കമ്പനിക്ക് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? സംസ്ഥാന സർക്കാർ വിഴിഞ്ഞത്ത് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനാൽ കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നുണ്ടോ എന്ന കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. വിമാനത്താവളവും തുറമുഖവും അദാനിക്ക് തീറെഴുതുന്ന അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ ശക്തമായി പ്രതികരിച്ച രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു എന്നതും ഈ പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. KC വേണുഗോപാലും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലേതുപോലെ കേരളത്തിൽ നടക്കില്ല എന്ന് വേണുഗോപാലിന് പറയേണ്ടി വന്നു. അദാനി കമ്പനിക്ക് BJP സർക്കാരിൽ നിന്നും കിട്ടുന്നത് പോലെ പരിഗണന കേരളത്തിലും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വയ്ക്കുന്നതും അദാനിക്ക് വഴിവിട്ട ഇടപെടൽ നടന്നു എന്ന് തന്നെയാണ്. ഈ നീക്കങ്ങളെ പ്രതിപക്ഷം രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അദാനിയുടെ വക്താവായി മാറുന്ന നില ഉപേക്ഷിച്ച് സംസ്ഥാനം താൽപര്യം സംരക്ഷിക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ അടിയന്തരമായി കടക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. സെബിക്ക് കത്തെഴുതി കണ്ണൂർ വിഴിഞ്ഞം തുറമുഖം കമ്പനിയിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരി കൈമാറ്റത്തിൽ സുതാര്യത പാലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സെബിക്ക്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഓഹരി കൈമാറ്റം സുതാര്യമാകണമെന്നാണ് സെബി നിയമം. എല്ലാ കാര്യങ്ങളും സെബിയെ അറിയിക്കണം. പൊതു താൽപര്യത്തിനും ദേശീയ സുരക്ഷിതത്വത്തിനും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നതെന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോഴും പലരും ആക്ഷേപിക്കുന്നത് താങ്കൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് VD സതീശൻ ചെയ്തതുകൊണ്ട് മാത്രമുള്ള ഒരു പ്രശ്നമാണോ ഈ കാണുന്നത് എന്നുള്ളതാണ്. കാരണം 3ാം പിണറായി സർക്കാർ വരും എന്നുള്ളതായിരുന്നല്ലോ ആത്മവിശ്വാസം. അത്തരത്തിലാകുമ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വലിയ ലക്ഷ്യങ്ങൾ പിണറായി സർക്കാരിനുണ്ടായിരുന്നോ എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പിണറായിയുടെ തോൽവി വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്നതിനേക്കാൾ ഉപരി പാർട്ടി പ്രവർത്തകരും പലപ്പോഴും പല അഴിമതി കേസുകളിലും പിണറായിയെ കൈവിടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയിലാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന സർക്കാരിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നത്. ഇതോടുകൂടെ പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും പിണറായി ആയതുകൊണ്ട് പിണറായി ഇതിന്റെ പിന്നിൽ അഴിമതികൾ നടത്തിയിരുന്നു, അതാണോ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട്, സ്വന്തം പാർട്ടി പ്രവർത്തകരോട് അടക്കം ഇത്തരം കലിപ്പിലാകാനുള്ള കാരണങ്ങൾ എന്നുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത കാണിക്കാത്തതിനാൽ ഗുരുതരമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് താൻ കത്തെഴുതി എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ ജനങ്ങളോട് പ്രതികരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ളതാണ്. ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണങ്ങളുണ്ട്. മുൻകൂർ അനുമതി നേടുക എന്നത് സാങ്കേതികത്വം മാത്രമല്ല, കൈമാറ്റം എന്തിനെന്ന് പരിശോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദാനി കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2015 സെബി റെഗുലേഷൻസ് 30 പ്രകാരം അദാനി കമ്പനി സെബിക്ക് നൽകിയിട്ടുള്ള അപേക്ഷയും മാനദണ്ഡം പാലിച്ചായിരുന്നില്ല. ചട്ടവും നിയമവും പരിശോധിച്ചാലും അദാനിയുടെ ആവശ്യം നിലനിൽക്കില്ലെന്നാണ് ചുരുക്കം. അദാനി കമ്പനിയെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ വഴിവിട്ട് സഹായം നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടതെന്നാണ് പിണറായിയുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യവും ചോദ്യവും. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വിഷയങ്ങളൊക്കെ ആദ്യം
പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ആദ്യം ചർച്ച ചെയ്യുന്നത്. അതായത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് നൽകിയ കത്ത് സർക്കാർ പരിശോധിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ആകെ എല്ലാവരുടെയും ശ്രദ്ധ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ് ഈ കത്ത് പരിശോധിക്കുക. എംപവേർഡ് കമ്മിറ്റി നൽകുന്ന ശുപാർശ കൂടി പരിഗണിച്ച് അനുമതി നൽകുന്നതിന് സർക്കാർ തീരുമാനമെടുക്കുമെന്നായിരുന്നു തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ. കരാറിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന് അദാനി ഗ്രൂപ്പ് കത്തെഴുതിയത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളടക്കം ഉൾപ്പെടുത്തിയായിരുന്നു കത്ത് നൽകിയത്. സെബിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെ വളരെ വേഗം സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു. സാധാരണഗതിയിൽ സെബിയുടെ അംഗീകാരം ലഭിച്ച 6 മാസം സമയം വേണം എന്നിരിക്കെയായിരുന്നു പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വളരെ വേഗം കത്ത് നൽകാനുള്ള തീരുമാനം അദാനി പോർട്ട് സ്വീകരിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അദാനി പോർട്ടിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനായിരുന്നു അദാനിയുടെ തീരുമാനം. തുറമുഖത്ത് ഏറ്റവുമധികം ചരക്കു നീക്കം നടക്കുന്ന MSC ഓഹരി പങ്കാളി കൂടിയായതോടെ കുത്തക സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക. ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാരിന്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്ട് സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി VD സതീശനും ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങളും നാടകീയ നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.